ഇടമലക്കുടി എല്ലാവർക്കും അറിയുന്ന പ്രത്യേകതയുള്ള ഒരു പഞ്ചായത്താണ്. ഗോത്ര ജനവിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മേഖലയിൽ ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് ദേവികുളത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സർ, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എത്രയോ കിലോമീറ്റർ താണ്ടി ദേവികുളത്ത് പോയി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അടിയന്തരമായി അവിടെ ഈ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുന്നതിനും അതിൻ്റെ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനും നിലപാട് സ്വീകരിക്കുന്നു. സാർ, ബഹുമാനപ്പെട്ട ഇവിടെ ചൂണ്ടിക്കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2010 ഇടമലക്കുടി ആദ്യത്തെ നമ്മുടെ കേരളത്തിലെ ട്രൈബൽ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത്. അതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എൻ്റെ ദേവികുളത്താണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതിനും പ്രധാനമായിട്ട് തടസ്സം അവിടെ വാഹന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. വാഹന സൗകര്യം വന്നു കഴിഞ്ഞാൽ ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഹെഡ്ക്വാർട്ടർ പണിയാൻ വേണ്ടിയുള്ള നടപടി ലോക്കൽ ബോഡീസ് ലോക്കൽ ബോഡി ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ അതുണ്ട്. എത്രയും പെട്ടെന്ന് ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഹെഡ് ഓഫീസ് ഇപ്പോൾ 2 ദിവസത്തെ മെനക്കെടാണ്. ഈ ഇടമലക്കുടിയിൽ നിന്ന് ഒരു പാവപ്പെട്ട ആൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ ദേവികുളം വരെ പോകണം. അപ്പോൾ അതിന് വലിയ പ്രയാസമാണ്. തന്നെ തീർച്ചയായിട്ടും ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്തിൻ്റെ ഹെഡ്ക്വാർട്ടർ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു.